കേന്ദ്ര ഫണ്ടിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാദങ്ങൾ തള്ളി കേരളം. ഗ്രാന്റുകളുടെ കണക്ക് കേന്ദ്രം പെരുപ്പിച്ചു കാണിക്കുകയാണ്. 10 വർഷത്തെ നികുതി വിഹിതത്തിന്റെ കണക്കിൽ GST നഷ്ടപരിഹാരവും ഗ്രാന്റായി ചിത്രീകരിച്ചു. നികുതി വിഹിതം കേന്ദ്രത്തിന്റെ സൗജന്യമല്ല എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി ശ്രീജിത്ത്. ശ്രീജിത്ത്, ഇപ്പോൾ കേന്ദ്രത്തിന്റെ കണക്കുകളെ എങ്ങനെയാണ് കേരളം ഖണ്ഡിക്കുന്നത്? ഇന്നലെ പാർലമെന്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉന്നയിച്ച അവകാശവാദങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് നികുതി വിഹിതം കൂടുതൽ നൽകിയെന്നും ഗ്രാന്റുകൾ കൂടുതൽ നൽകിയെന്നുമായിരുന്നു ഇന്നലെ നിർമ്മല സീതാരാമൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. ഇത് തള്ളുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. നികുതി വിഹിതം കേന്ദ്രത്തിന് നികുതി വിഹിതം കുറഞ്ഞത് എന്ന ആക്ഷേപം കേരളം എവിടെയും ഉന്നയിച്ചിട്ടില്ല. എന്നാലും ഈ നികുതി വിഹിതം നൽകുക എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല, സൗജന്യമല്ല എന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം. സ്വാഭാവിക നീതിയാണ് കേരളം ആവശ്യപ്പെട്ടത്. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ സംസ്ഥാനത്തിന് ലഭിച്ച വിഹിതം കുറവായിരുന്നുവെന്ന വിമർശനം കണക്കുകൾ നിരത്തി തന്നെ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. 1.95% മാത്രമാണ് സംസ്ഥാനത്തിന് ധനകാര്യ കമ്മീഷൻ നൽകിയ വിഹിതം. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും നികുതി വിഹിതം ഇതിൽ കൂടുതലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ നികുതി വിഹിതത്തിലെ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ചപ്പോൾ പിന്നീട് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിക്കാം എന്ന് പറഞ്ഞു. ഈ റവന്യൂ കമ്മി ഗ്രാന്റ് ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്നുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതര സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഗ്രാന്റിന്റെ കാര്യത്തിൽ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പെരുപ്പിച്ചു കാട്ടിയ കണക്ക് മാത്രമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. GST നഷ്ടപരിഹാരം വരെ ഇത്തരത്തിൽ ഗ്രാന്റുകളുടെ രൂപത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഇത് തീർത്തും തെറ്റായ നടപടിയാണ് എന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.